അതെ, നമ്മളിന്ന് പോകുന്നത് ഫിലഡൽഫിയയിലേക്കാണ്. അവിടെ ഒരു കേരള റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത് ലഞ്ച് കഴിക്കാനായിട്ട്. നിങ്ങളെല്ലാവരും പോയിട്ടുണ്ടാവുമായിരിക്കും, പക്ഷേങ്കിൽ ഞാനിപ്പോഴാണ് കേട്ടോ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് അറിയണത്. എന്തായാലും ഞാൻ വളരെ പ്രതീക്ഷയിലാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം കേട്ടോ അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. പിന്നെ അത് കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പോകാം. എന്തായാലും ഇവിടെ നല്ല തണുപ്പാണ്, 2 ഡിഗ്രിയാണ് ഇവിടുത്തെ തണുപ്പ്. ജാക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട് കയ്യിൽ. എപ്പോഴാണ് എടുക്കണത് പറയാൻ പറ്റില്ലല്ലോ. അവിടെ 3 മണി വരെ ഉള്ളൂ കേട്ടോ ലഞ്ച് ടൈം. അത് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്കാണ്. പിന്നെ 5 മണി തുടങ്ങി രാത്രി 8 മണി വരെ, അങ്ങനെയാണ് അവിടുത്തെ സമയം. അപ്പം നമുക്ക് വേഗം തന്നെ പോകാറ്, കുറേ സമയം ഉണ്ടല്ലോ ഇവിടെ അവിടെ വരെ എത്താനായിട്ട്. കേരള ഡിഷസൊക്കെ ഉണ്ടെന്നാണ് വിളിച്ചപ്പോൾ പറഞ്ഞത്. നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര തിരക്കായി പോവില്ലേ. പിന്നെ സമയം കളയണ്ട, നമുക്ക് വേഗം തന്നെ പോകാം. പെൻസിൽവാനിയ സ്റ്റേറ്റിലാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻ്റ് ഉള്ളത്. ഏകദേശം 1 മണിക്കൂർ ഉണ്ടായിരുന്നു നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. മലയാളി ഫുഡ് കഴിക്കാനുള്ള ഒരു കൊതി കൊണ്ടാണ് നമ്മൾ ഇത്രയും ദൂരം അങ്ങനെ വണ്ടി ഓടിച്ച് പോയത്. ക്രിസ്മസിൻ്റെ ആ ഒരു ടൈമിലാണ്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ അപ്പം എടുത്ത വീഡിയോയാണ്. പിന്നീട് ഈ ഫ്ലോറിഡയുടെ വീഡിയോസൊക്കെ ഇട്ടത് കൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ ഇത്തിരി വൈകിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഫിലഡൽഫിയ ആ ഒരു ഭാഗത്തായിട്ടാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബസ്സുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ബസ്സൊക്കെ സിറ്റിയോട് അടുക്കുമ്പോഴാണല്ലോ സാധാരണ നമ്മൾ കാണാറ്. അങ്ങനെ നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ കൂട്ടത്തിലാണ് ആ റെസ്റ്റോറൻറ്റ് ഉള്ളത്. മയൂര എന്നാണ് കേട്ടോ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. നമ്മളെത്തിയപ്പോഴത്തേനെ ലഞ്ച് ടൈമൊക്കെ തീരാറായിട്ടുണ്ടായിരുന്നു. തിരക്കുകളൊക്കെ ഇങ്ങനെ കുറഞ്ഞു തുടങ്ങി. പിന്നെ വേഗം തന്നെ അങ്ങനെ ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ ബഫേ ഫുഡായിരുന്നു കേട്ടോ, ഒരുപാട് ഫുഡുകൾ ഉണ്ടായിരുന്നേ. ഫസ്റ്റ് തന്നെ ഇത് കണ്ടില്ലേ, ജ്യൂസ്, സാലഡുകൾ, പിന്നെ അതേ പല ടൈപ്പ് അച്ചാർ, ചമ്മന്തി, പിന്നെ അതുപോലെ തന്നെ മുട്ട ബജി, പഴംപൊരി, പിന്നെ അതേ മെയിനായിട്ട് നമ്മുടെ കേരള റൈസും പിന്നെ മറ്റേ റൈസും ഉണ്ടായിരുന്നേ. പിന്നെ കോവക്ക തോരൻ, പഴമാങ്ങാക്കറി, അങ്ങനെ എന്തും വേണ്ട ഇഷ്ടംമാതിരി കറികളൊക്കെ ഉണ്ടായിരുന്നേ. സാമ്പാർ, കപ്പ, കുറുമക്കറി, അങ്ങനെ ഒരുപാട് വെജിറ്റബിളിൻ്റേതായ ഒരുപാട് കറികൾ ഉണ്ടായിരുന്നു. പിന്നെ അതേ ഇവിടെ നോൺ വെജിൻ്റേതായ ഒരുപാട് കറികളും ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ കറി, മട്ടൻ കുറുമ, ചിക്കൻ വറുത്തത്, ഫിഷ് വറുത്തത്, പിന്നെ അതുപോലെ തന്നെ തന്തൂരി ചിക്കൻ, ഇതൊക്കെയാണ് ഈ കൂട്ടത്തിലുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം മെയിനായിട്ടുണ്ടായിരുന്നത് നമ്മുടെ മീൻകറി ഇവിടെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി മീൻകറി ആയിരുന്നു. പിന്നെ കല്ലുമക്കായ തോരൻ, മോരുകറി, മുളക് വറുത്തത്, പായസം, ഇത്രയും ഐറ്റംസുകൾ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഒന്നും ഞാൻ പറഞ്ഞോന്ന് എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ല. ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ എല്ലാ ഫുഡും എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. എങ്ങനെ എന്താ പറയുക, നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അമേരിക്കയിൽ വന്നിട്ട് ഒരു ഊണ് കഴിക്കണത്. നമ്മൾ ബിരിയാണിയും അതും ഇതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഊണ് ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ അധികം സന്തോഷമായിട്ടാണ്. അതും ഇത്രയും കറികൾ കേട്ടോ. എന്താ പറയുക, മീൻകറി, സാമ്പാറും മോരുകറി ഒക്കെ നമ്മുടെ നാട്ടിൽ കിട്ടണ ആ റെസ്റ്റോറൻറ്റിലുള്ള പോലെ അതേ ഒരു മെനു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നേ, പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പോൾ ഇത് കണ്ടില്ലേ, റെസ്റ്റോറൻ്റൊക്കെ ഒരുവിധം കാലിയായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ടൈം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ചായയും ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ ചായയൊക്കെ കുടിക്കണേന്ന്. പിന്നെ 5 മണിക്കാണ് ഇവിടെ ഡിന്നർ സ്റ്റാർട്ട് ചെയ്യുക. അതിന് വേറെ മെനു ആണ് കേട്ടോ. അപ്പോൾ അത് വേറെയാണ്. അത് 5 മണി 8 മണി വരെ അത് വേറെ മെനു ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. നമ്മളിപ്പോൾ ലഞ്ചാണ്, ഊണ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അത് കഴിക്കാനൊരു കൊതി തോന്നിയോണ്ടാണ് നമ്മളങ്ങനെ ലഞ്ച് കഴിക്കാൻ തന്നെയായിട്ട് അങ്ങനെ ഇത്രയും ദൂരം വന്നത്. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും ഡിന്നർ കഴിക്കാനായിട്ട് വരണം. കാരണം വെച്ചാൽ ഡിന്നർ മെനു വേറെ ആയിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ഈ ഞായറാഴ്ചകളിലാണ് തോന്നണ്ട ഇവിടെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഫുഡുകളൊക്കെ ഉണ്ടാവും. ബാക്കിയുള്ള ദിവസം തിരക്കൊക്കെ അങ്ങനെ എങ്ങനെയെന്ന് അറിയില്ല. അതിവിടെ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. ഓരോ ദിവസവും ഓരോ രീതിയിലാണ് തിരക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി ഊണായിരുന്നു കേട്ടോ. ഒത്തിരി രസമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ടാണ് അമേരിക്കയിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഊണ് കഴിക്കണത്. കേരള റെസ്റ്റോറൻറ്റിൽ കേരള ഫുഡ് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരാം കേട്ടോ. നല്ല അടിപൊളി ഫുഡാണ്. പിന്നെ അതുപോലെ തന്നെ ആ കല്ലുമ്മക്കായ റോസ്റ്റിൻ്റെ പോലെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത് ഞാൻ എക്സ്ട്രാ പാർസൽ വാങ്ങിയിട്ടുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. ഒരു ചേട്ടനും ചേച്ചിയും കൂടി നടത്തുന്ന റെസ്റ്റോറൻ്റാണ്. കൂടുതലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം തിരക്കൊക്കെ കുറഞ്ഞ് നമ്മൾ വന്നപ്പോഴത്തേന് സമയമൊക്കെ കഴിഞ്ഞ്. പിന്നെ എടുത്തിട്ട് എന്തിനാണ്, ആരും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടിട്ട്
വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് പോകാം. ഞങ്ങൾ പോകാൻ വേണ്ടി നിന്നപ്പോഴാണ്ടോ ഈ റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് തന്നെ ഒരു കേരള സൂപ്പർ മാർക്കറ്റ് കണ്ടത്. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് കയറി കുറച്ച് സാധനം വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. ഫസ്റ്റ് തന്നെ അതേ നോക്കിക്കണ്ടേ നമ്മുടെ ഇലൈറ്റിൻ്റെ പ്ലം കേക്കാണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ കേരള പ്രൊഡക്റ്റുകൾ ഈ അകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സ്റ്റാറുകളൊക്കെ കണ്ടില്ലേ. സാധാരണ ഇവിടെ അമേരിക്കയിൽ ക്രിസ്മസിന് അങ്ങനെ സ്റ്റാറുകൾ തൂക്കണ പതിവൊന്നുമില്ല. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ സ്റ്റാറുകളൊക്കെ അവിടെ വിൽക്കാൻ വെച്ചേക്കണത്. പിന്നെ അതുപോലെ തന്നെ ഇതേ ചെറുപഴം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ റെയറായിട്ട് മാത്രം ഉണ്ടോ ഈ ചെറുപഴം കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിനോട് ചേർന്നുള്ള സൂപ്പർ മാർക്കറ്റിലൊന്നും നമ്മൾ ഈ ചെറുപഴമൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമായി. നമ്മളങ്ങനെ അതൊക്കെ വാങ്ങിയേട്ടാ. അപ്പോൾ കുറേ പ്രൊഡക്റ്റുകളൊക്കെ റെയറായിട്ടുണ്ട്. കുറേയൊക്കെ നമ്മുടെ മെയിനായിട്ട് എല്ലാ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലും കിട്ടണമൊക്കെ തന്നെ. അതായത് കണ്ടില്ലേ ഇഞ്ച, അതുപോലെ തന്നെ ചന്ദനത്തിരികൾ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ശരിക്കും വളരെയധികം സന്തോഷമാണ്. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു സൂപ്പർ മാർക്കറ്റിൽ വന്ന പോലത്തെ ഒരു ഫീലാണ് ഈ ഒരു കടയിൽ കയറിയപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ ഇതൊക്കെ ഫ്രോസനാണ്. ഇതൊക്കെ ചക്ക ഐറ്റംസുകളാണ്. ഈ ഇടിച്ചക്ക അങ്ങനത്തെ ഉള്ള ഐറ്റംസുകളൊക്കെ ഇല്ലേ, അതൊക്കെയാണ്. ഇതൊക്കെ മറ്റേ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടണമൊക്കെ തന്നെയാണ്. പിന്നെ അതേ പലഹാരങ്ങളായിട്ടുള്ള പപ്പടവട ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നുറുക്കുകൾ, മിച്ചറുകൾ, അങ്ങനെ നമ്മുടേതായ കുറേ പലഹാരങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലുള്ള, അതൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു രസമാണ്. നമ്മുടെ നാട്ടിലല്ലേ ഇങ്ങനെ കാണാം. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ റെയറായിട്ടുള്ള പലഹാരങ്ങൾ മാത്രമേ ഒക്കെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്ന അതേ കുറേ പ്രൊഡക്റ്റുകൾ ഫ്രോസൺ ആയിട്ടുള്ളതൊക്കെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ എനിക്ക് മെയിനായിട്ട് ഞാൻ കണ്ടത് നമ്മുടെ നാട്ടിലെ കുറേ ബ്രാൻഡുകൾ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ അച്ചാറുകളും വേറെ കുറേ പ്രൊഡക്റ്റുകൾ നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ഇതൊക്കെ ഫ്രോസൺ മീനുകളാണ്. പിന്നെ അതുപോലെ തന്നെ ഫ്രോസൺ അല്ലാത്ത മീനുകളും ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് കണ്ടില്ലേ, ഇത് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് എന്താ പറയുക, ഇതൊക്കെ മീനുകളാണെന്നൊന്നും അറിയില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കണ്ടില്ലേ നീലയമരിപ്പൊടി, പിന്നെ പാത്രം തേക്കണ ആ ഒരു സാധനം, പുളിമിഠായി, എന്താ പറയുക കുറേ ഉണ്ട്. തൈലങ്ങൾ, മരുന്നുകൾ, ഷാമ്പുകൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ആ കടയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനമൊക്കെ വാങ്ങിയതേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നണതേ ഇത് മലയാളികളുടെ ഒരു ഏരിയ ആയിരിക്കണം. അതുകൊണ്ടായിരിക്കണം ഈ കേരള സൂപ്പർ മാർക്കറ്റും കേരള റെസ്റ്റോറൻ്റൊക്കെ അവിടെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോഴും അവർ പറഞ്ഞത് ഇവിടെയൊക്കെ ഇങ്ങനെ മലയാളികൾ ഉണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതേ നമ്മളിപ്പോൾ ഒരു ഉൾവഴികളിലൂടെയാണ് ഇപ്പോൾ പോണത്. ഇനിയിപ്പോൾ നമുക്കൊരു ഷോപ്പിലും കൂടി കയറാനുണ്ട്. അതാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളുവഴി തിരഞ്ഞെടുത്തത്. അപ്പോൾ നല്ല രസമുള്ള വഴിയാണ്. ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. നമ്മൾ വന്നത് ഹൈവേ ആയതുകൊണ്ട് അധികം കാഴ്ചയൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. നമ്മളങ്ങനെ ആ ഷോപ്പിലെത്തി. റോസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നേക്കണത്. അപ്പോൾ ഇവിടെ കുറേ ഇങ്ങനെ ഡ്രസ്സുകൾ, അല്ലാതെ ഈ കുറേ ഗിഫ്റ്റുകൾ, അങ്ങനത്തെ കുറേ ഐറ്റംസുകൾ, നമ്മുടെ നാട്ടിൽ മാക്സ്, റിലയൻസ് ഒക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു ഷോപ്പാണ് കേട്ടോ ഇത്. അങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ കിട്ടണ ഒരു ഷോപ്പ്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ അവിടെ വന്നതാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കടയിലൊക്കെ കയറിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ സമയം പോണതേ അറിയില്ല കേട്ടോ. എത്ര വേണ്ട എന്നാണെങ്കിൽ പോലും ഈ ഡ്രസ്സ് ഷോപ്പിലൊക്കെ കയറിക്കഴിഞ്ഞാലേ നമ്മളിങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടന്ന് സമയം കളയും. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ വിൻ്ററുമായി ബന്ധപ്പെട്ട ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പിള്ളേർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ വിൻ്റർ ഡ്രസ്സുകളൊക്കെ നോക്കാം എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ കയറിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഫ്ലോറിഡയിൽ പോണതിന് മുമ്പാണ് വന്നേന്ന്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡ്രസ്സൊക്കെയാണ് വാങ്ങിക്കാൻ വന്നത്. ഇത് ഡ്രസ്സിങ് റൂമിൽ കയറിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. പിന്നെ അതുപോലെ തന്നെ കുറേ ഈ കുട്ടികൾക്ക് പറ്റിയ ഈ എന്താ പറയുക ഇങ്ങനെ കളിക്കണ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിള്ളേരെയും കൊണ്ടൊക്കെ പോയാൽ നല്ല പണിയായിരിക്കും. ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട്. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും ഇത് കണ്ടില്ലേ രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഇതാ പറഞ്ഞേ നമ്മൾ ഇങ്ങനെയുള്ള കടയിൽ കയറിയാൽ സമയം പോണതേ അറിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്കാണോ പോണത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ലേറ്റായി. ഇനി അവിടെ ഇവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞാൽ ഇനിയും ഒരുപാട് ലേറ്റാകും. കാരണം ഇനി 1 മണിക്കൂർ യാത്ര ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയൊരു അമേരിക്കൻ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.